എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 83 ശ്ലോകം 39 മുതൽ 43 വരെ 5 ശ്ലോകങ്ങൾ. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 83ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ആ ലക്ഷ്മണ ധരിച്ചു പറയണു ഭഗവാനെ വിവാഹം ചെയ്ത കാര്യം. അത്രയും ആത്മസംതൃപ്തി, ഭഗവാന്റെ പാദധൂളി ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് 8 പേർക്കും ആഗ്രഹമുള്ളൂ. അഷ്ടമഹർഷിമാര് വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളിൽ നിന്ന് ഭഗവാനൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഭഗവാന്റെ ദാസ്യം, അതിനുവേണ്ടി ഞങ്ങള് മുൻജന്മത്തില് ഞങ്ങൾ ധാരാളം തപസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ സദാം പുരത്തോ മമ യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. ആത്മാരാമസ്യ തസ്യേമ വയം വൈ ഗൃഹദാസികാഃ സർവസംഗനിവൃത്യാർത്ഥ തപസാ ച ബഭൂവിമ. ഞങ്ങള് 8 പേര് ജന്മാന്തരങ്ങളില് സർവസംഘങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ ആരാധിച്ചിട്ടുണ്ട്. ധാരാളം വ്രതങ്ങള് തപസ്സും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഭഗവാനെ ലഭിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഭഗവാനെ ലഭിക്കുമോ? കഠിന തപസ് ഞങ്ങൾ ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മാരാമനായിരിക്കുന്ന ആ ഭഗവാനിൽ സ്വ ആനന്ദത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ ഗൃഹദാസികളായി ഭവിച്ചു ഞങ്ങളിൽ നിന്നും ഭഗവാന് യാതൊരു സുഖവും ലഭിക്കേണ്ടതില്ല. അവിടുത്തെ ഈ ഗൃഹദാസ്യം ഞങ്ങൾക്ക് ലഭിച്ചത് ജന്മാന്തര കൃതപുണ്യം കൊണ്ടല്ലാതെ വേറെ ഒന്നുമല്ല. ഞങ്ങൾക്കത് ഉറപ്പാണ് എന്ന് പറയാണ്. മഹിഷ്യാ ഊചു ഭൗമം നിഹത്യ സഗണം യുധതേന രുദ്ധാ ജ്ഞാത്വാധനക്ഷിതിജയേ ജിതരാജകന്യാ നിർമുച്യ സംസ്മൃതി വിമോക്ഷണമനുസ്മരന്തി പാദാംബുജം പരിണിനായ യ ആപ്തകാമ. ആ നരകാസുരൻ ദിഗ്ജയത്തിനായിട്ട് പുറപ്പെട്ടപ്പോ കുറെ രാജാക്കന്മാരെ ജയിച്ചു. ആ രാജാക്കന്മാരുടെ പുത്രിമാരായിട്ടുള്ള ഞങ്ങളെ അവന്റെ രാജധാനിയിൽ കൊണ്ടുവന്ന് ബന്ധനത്തിലിട്ടു. 16,000 രാജകുമാരിമാര് അല്ലെ, 16,100 എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും പേര് ആ നരകാസുരൻ കൊണ്ടിട്ടു. ആ അന്തഃപുരത്തില് കിടക്കുന്ന സമയത്ത് സംസാര സങ്കടം തീർത്ത് രക്ഷിക്കുന്ന ഭഗവത് പാദപത്മത്തെ ഞങ്ങള് നിരന്തരം സ്മരിച്ചുകൊണ്ടിരുന്നു. അത് ഭഗവാൻ അതാണ് മനസ്സിലാക്കാതിരിക്കുന്നു. നഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മ. ഇവരെല്ലാവരും ഭഗവാനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കണമെന്ന് ഭഗവാൻ മനസ്സിലാക്കി. അതറിഞ്ഞ ആപ്തകാമനായ യാതൊരു ഭഗവാൻ യുദ്ധത്തിൽ നരകാസുരനെ സൈന്യത്തോടുകൂടി ഹനിച്ചിട്ട് ഞങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് കല്യാണം കഴിച്ചു. അവരെ വളരെ സന്തോഷത്തോടു കൂടി പറയണം. നവയം സാധ്വി സാമ്രാജ്യം സ്വരാജ്യം ഭൗജ്യമപ്യുത വൈരാജ്യം പാരമേഷ്ഠ്യം ച ആനന്ദ്യം വാ ഹരേ പദം കാമയാമഹയേതസ്യ ശ്രീമത്പാദരജശ്രിയ കുജകുങ്കുമഗന്ധാഢ്യം മൂർധ്നാവോഢും ഗദാപ്രത. ഹേ സാധ്വി, മഹാലക്ഷ്മിയുടെ കുജകുങ്കുമ ഗന്ധത്തോടുകൂടിയ ആ ഭഗവാന്റെ ശ്രീപാദരജസ് ശിരസ് കൊണ്ട് ധരിക്കാൻ മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
അല്ലാതെ സാർവഭൗമപദമോ ഇന്ദ്രപദമോ ഇത് രണ്ടും കൂടിയ സ്ഥാനമോ വിരാട് പുരുഷന്റെ നിലയോ സാലോക്യാദി മോക്ഷസ്ഥാനമോ ഞങ്ങൾക്ക് കിട്ടണമെന്ന് മോഹമില്ല. ഭഗവാന്റെ ആ പാദ രേണുക്കൾ മാത്രം, അത് മാത്രം എപ്പോഴും ഞങ്ങൾ ധരിക്കണം. അത് മാത്രം ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ ഏത് ജന്മത്തിലും എന്ന് പറയുന്നു ആ മഹർഷികൾ. പ്രജസ്ത്രിയോ യത് വാഞ്ചന്തി പുളിന്ദ്യസ്തൃണവീരുധ ഗാവശ്ചാരയതോ ഗോപാ പാദസ്പർശം മഹാത്മനു. ആ പാദധൂളി അത്ര ദുർലഭല്ലേ, അത് ആഗ്രഹിച്ചിട്ട് ഫലമുണ്ടോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ദുർലഭം തന്നെയാണ്, എങ്കിലും ആ ഭഗവാന്റെ സേവകന്മാർക്ക് സുലഭം തന്നെയാണ്. പശുക്കളെ പരിപാലിച്ച് കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ആ ഭഗവാന്റെ പാദധൂളി പുല്ലുകളും ചെടികളും കാട്ടാള സ്ത്രീകളും ഗോപസ്ത്രീകളും ഗോപന്മാരും ആഗ്രഹിക്കണം, അവരെടുത്ത് ശിരസ്സിൽ ധരിക്കണം. അവർക്കെല്ലാം സുലഭമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കരുണാനിധിയായ ആ ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്തിന് പാത്രമായവർക്ക് സുലഭം തന്നെയായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭജിക്കുന്നവരെ ഭഗവാൻ ഉപേക്ഷിക്കില്ല എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് പറയാണ് ആ മഹർഷികൾ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീകൃഷ്ണപത്നീനാം സ്വസ്വോദ്വാഹവർണ്ണനം നാമ 83-തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 83-ാമത്തെ അധ്യായം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദ പത്മങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.